നമസ്കാരം. ഞാൻ മണിമംഗലം തിരുമേനി. 2025 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും അവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളും സൗഭാഗ്യങ്ങളും പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത്. പൊതുവെ 2025 ഭരണി നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമാണ്. എന്നിരുന്നാൽ കൂടിയും ഈ 2024 തീർന്ന് 2025 തുടങ്ങുമ്പോൾ പൂർണ്ണമായിട്ടും നല്ലൊരു സ്ഥിതിയിലേക്ക് വരില്ല. ആ 2025 തുടക്കകാലത്ത് ഒരല്പം ക്ലേശതകൾ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ വളരെ വേഗം സുഖം പ്രാപിച്ച് നല്ല രീതിക്ക് മുന്നേറി വരാൻ ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും. കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതം കുറച്ച് ഇഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ. അതൊരു ജൂൺ മാസത്തോട് അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ അത് പൂർണ്ണമായിട്ട് മാറി നല്ലൊരു കുടുംബജീവിതം നമ്മളെ തേടി വരും. അപ്പോൾ നല്ലതുപോലെ ജീവിക്കുന്നവരാണെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലൊക്കെ വന്നു വിടാനുള്ള സാധ്യത 2025 കാണുന്നുണ്ട്. ധനപരമായിട്ട് നേട്ടം തുടക്കത്തിൽ കുറച്ച് കുറവായിരിക്കും. എന്നാൽ പകുതി മധ്യത്തോടു കൂടി ആ ധനങ്ങളൊക്കെ വന്ന് ഭവിച്ച് നമുക്ക് നല്ല ബന്ധങ്ങളും നല്ലതായിട്ട് കുടുംബ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാനും സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം കുറവായ ഒരു വർഷമാണ്. എന്നാൽ പുരുഷന്മാർക്ക് അത് മാറി വരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹായ സ്ഥാനത്തുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർ, അപ്പം സഹോദരന്മാരെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളും സുഹൃത്തുക്കളെ കണ്ട് മോശമായിട്ടുള്ള അനുഭവവും 2025 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വസ്തുവകകൾ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. വസ്തു ക്രയവിക്രയം വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതും 2025 നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രയവിക്രയങ്ങൾ ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് ഭൂമിക്കൊക്കെ വില കൂടി വരുന്ന സമയമാണ്. കഴിവതും അത് വിൽപ്പനയൊന്നും ഇല്ലാണ്ട രീതിക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം അത്രയ്ക്ക് പാടായിരിക്കും പിന്നീട് നമുക്കൊരു പുതിയ വസ്തു വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്ര അത്യാവശ്യമൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, വസ്തുവകകൾ വിൽക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ലൊരു പഠന മേഖല അല്ലെങ്കിൽ പഠന മികവിനുള്ള സാധ്യത 2025 കാണുന്നുണ്ട്. പരീക്ഷ അല്ലെങ്കിൽ ഒരു PSC ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമുക്ക് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരാനുള്ള സാധ്യതയും 2025 അനുകൂലമാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം PSCയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയോ കിട്ടണമെന്നില്ല. നമ്മൾ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ഈ പ്രബലമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുസ്ഥാനമാണ്. ജോലി സ്ഥലത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജോലി സ്ഥലത്ത് അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പുറമേ മറ്റുള്ളവരോട് 2025 അധികം പറയണ്ട. നമ്മളെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളെ പറ്റി മോശമായിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷം 2025 അതുപോലെ തന്നെ അത് ചിന്തിച്ച് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭവിക്കാം. അതിപ്പം കുടുംബത്തിലെ കാര്യങ്ങളായിരിക്കാം, പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ 2025 വന്ന് ഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ സ്ത്രീ മുഖാന്തരം ശത്രുക്കൾ സമ്പാദിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ യോഗം കൂടുതലാണ്. അതുകൊണ്ട് അധികം നമ്മുടെ പ്രൈവസി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പുറത്ത് പറയാണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ
വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ലൊരു വിവാഹ ബന്ധമൊക്കെ 2025 നടക്കും. അപ്പം ഇതുവരെ വിവാഹം നടക്കാത്തവർക്ക് അടുത്ത ഈ വർഷം 2025 ചിങ്ങമാസത്തോടു കൂടിയൊക്കെ വിവാഹം നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള പാർവതി ക്ഷേത്രത്തിൽ സ്വയംവരാർച്ചന കഴിപ്പിക്കുന്നതും, ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി എന്നിവ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതേസമയം നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ 2025 യാഥാർത്ഥ്യമാകും. ആത്മാർത്ഥതയുള്ള പ്രണയങ്ങളൊക്കെ ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എങ്ങനെയായിരിക്കും നമുക്ക് ഈ നാശങ്ങൾ ഉണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ അമിതമായിട്ടുള്ള ധനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എടുത്തുചാട്ടം കൊണ്ട് നമ്മൾ കയ്യിരിക്കുന്ന സാമ്പത്തികം നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും ധനം വന്നു ചേരും എന്നല്ല ഈ പറയുന്നത്. ഉള്ള ധനത്തിനെ നമ്മൾ കഴിവതും ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുമൂലം നമുക്ക് നാശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് ദാരിദ്ര്യം, കടം, ബാധ്യത എന്നിവയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലോ പാർവതി ക്ഷേത്രത്തിലോ ചെന്നിട്ട് നമുക്ക് ഭാഗ്യസൂക്താർച്ചന, നെയ് വിളക്ക്, പിൻവിളക്ക് എന്നിവ കത്തിക്കുന്നത് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുവാൻ സാധിക്കുന്ന കാര്യമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മി ദേവിക്ക് തുളസിമാല ചാർത്തി നാരായണ മന്ത്രം ജപിക്കുന്നത് ദേവീ പ്രീതിക്ക് കൂടുതൽ കാരണമാകുന്നു. ഭരണനക്ഷത്രക്കാർക്ക് 2025 നല്ല ഭാഗ്യമുള്ള ഒരു വർഷമാണ്. വാഹന യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വാഹന യോഗം കാണുന്നുണ്ട്. അതുപോലെ ധനപരമായിട്ട് ആദ്യം കുറച്ചു കാലം നേട്ടമില്ലെങ്കിലും രണ്ടാമത് പിന്നും നമുക്ക് സാവധാനം ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ നമുക്ക് ധനത്തിന് നേട്ടം ഉണ്ടായി വരും. അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഭാഗ്യവർഷം തന്നെ ആയിരിക്കും ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു ഉന്നതമായിട്ടുള്ള ജോലിയൊക്കെ നമുക്ക് 2025 നേടാൻ സാധിക്കും. ജോലി ഇല്ലാത്തവർക്ക് പോലും സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ജോലിയിലൂടെ സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാകുന്ന വർഷമായിരിക്കും. ചെറിയ ചെറിയ പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി മേഖല നിങ്ങൾക്ക് സാധ്യമാകുന്ന വർഷമാണ് 2025. അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനത്തിന് ഒരല്പം നഷ്ടം വരാനുള്ള സാധ്യത ഉള്ള ഒരു വർഷം തന്നെയാണ് 2025. അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എടുത്തുചാട്ടം, അല്ലെങ്കിൽ അപകട സാധ്യതയൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ധനപരമായിട്ട് നഷ്ടം വരുന്നത്. അപ്പം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 2025 ഭരണി നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ അത്ര മോശമല്ലാത്ത വർഷമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ശാരീരിക അസ്വസ്ഥത മൂലം അല്പം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ധനപരമായിട്ട് നേട്ടം കുറവായിരിക്കും. സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. നമുക്ക് സഹായ സ്ഥാനത്തുള്ള സഹോദരങ്ങളെ കൊണ്ട് നേട്ടവും സുഹൃത്തുക്കളെ കൊണ്ട് നഷ്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് 2025. വസ്തുപരമായിട്ടും വാഹനപരമായിട്ടുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് സൗകര്യമായിട്ടുള്ളൊരു വർഷം തന്നെയാണ്. കൂടെ ജോലി ചെയ്യുന്നവരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക. മംഗല്യസ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് നല്ല മംഗല്യയോഗവും പ്രേമ ലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നമ്മളായിട്ട് നമുക്ക് നാശങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു വർഷമായിരിക്കും. അതേസമയം നമുക്ക് ഉന്നത നിലയിലുള്ള ജോലികളും മറ്റു കാര്യങ്ങളും പ്രമോഷനൊക്കെ നമുക്ക് കിട്ടും. ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ ധനങ്ങളെ കൊണ്ട് നമ്മൾ വിളിച്ചു വരുന്ന വിളിദോഷങ്ങളും ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ട് നഷ്ടം ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ 2025 ഭരണി നക്ഷത്രക്കാർക്ക് ഉന്നതിയിൽ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.